രാജ്യത്ത് അടുത്തിടെ ട്രെയിൻ പാളം തെറ്റിയുണ്ടാകുന്ന അപകടങ്ങളിൽ ബോധപൂർവമായ ഗൂഢാലോചന നടന്നതായി അന്വേഷണ ഏജൻസികളുടെ നിഗമനം. സംഭവങ്ങളിലെ ഭീകരവാദ ബന്ധം അന്വേഷിക്കുകയാണ്. അടുത്തിടെ കാൺപൂരിലും രാജസ്ഥാനിലെ അജ്മീറിലും ഉണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ അന്വേഷണം ഊർജിതമാക്കി. കാൺപൂരിൽ NIA പ്രാഥമിക വിവരശേഖരണവും നടത്തി. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ വളരെ ആശങ്കാജനകമായ വാർത്തകളാണ്. ഇടയ്ക്കിടെ ട്രെയിൻ പാളം തെറ്റി ഉണ്ടാകുന്ന അപകടങ്ങൾ നടക്കുന്ന പതിവുണ്ട്. അതിപ്പോൾ അട്ടിമറിയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അന്വേഷണവും ആ ദിശയിലാണ് നീങ്ങുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, രാജ്യത്ത് അടുത്തിടെ തുടർച്ചയായി നടന്നിട്ടുള്ള ട്രെയിൻ അപകടങ്ങൾ, അത് അധികവും ട്രെയിൻ പാളം തെറ്റി നടന്നിട്ടുള്ള അപകടങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഉള്ളത്. സ്വാഭാവികമായി നടക്കുന്ന അപകടങ്ങൾക്കപ്പുറത്തേക്ക് അപകടങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്നു. ട്രെയിൻ പാളം തെറ്റിക്കുന്നതിന് റെയിൽവേ പാളത്തിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനഃപൂർവ്വം അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി കാൺപൂരിൽ കഴിഞ്ഞ ദിവസമാണ് കാളിന്തി എക്സ്പ്രസിന് മുൻപിൽ ഈ റെയിൽവേ പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുചെന്ന് വെക്കുകയും കാളിന്തി എക്സ്പ്രസ് അതിൽ ഇടിച്ച് അപകടമുണ്ടാവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു തരത്തിലേക്ക്, ഒരു വലിയ അപകടത്തിലേക്ക് അത് പോയില്ല. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ അജ്മീറിലും റെയിൽവേ പാളത്തിൽ കല്ല് നിരത്തി വെച്ചുകൊണ്ട് ട്രെയിൻ അട്ടിമറിക്കാൻ, ഒരു അപകടമുണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം കൃത്യമായി ഗൂഢാലോചന നടത്തി അപകടമുണ്ടാക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന് പിറകിൽ ഭീകരവാദ വിഘടനവാദ ബന്ധമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ട്രെയിൻ അപകടങ്ങൾ എന്ന് തോന്നാമെങ്കിലും അത്തരത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വമായ ഗൂഢാലോചന നടത്തുകയും ഭീകരവാദത്തിന്റെ മറ്റൊരു പ്രവർത്തനമായി അല്ലെങ്കിൽ മറ്റൊരു മേഖലയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന കൃത്യമായ ഒരു ഉദ്ദേശം ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നൊരു നിഗമനത്തിലേക്ക്, അത്തരത്തിലൊരു സൂചനകളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. കാൺപൂരിൽ കാളിന്തി എക്സ്പ്രസ് അപകടവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. NIA സംഘം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ചു. ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അജ്മീറിലും സമാനമായ അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ പാളത്തിൽ ഗ്യാസ് സിലിണ്ടറോ വലിയ കല്ലുകളോ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പാളം ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് മാറ്റിക്കൊണ്ട് ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകാൻ, അത്തരത്തിൽ നേരത്തെ നടന്നിട്ടുള്ള അപകടങ്ങളിലും വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന സംശയം ഇതിനോടകം തന്നെയുണ്ട്. റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന്, റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണം ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച പശ്ചാത്തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ഈ കാൺപൂരിൽ നടന്നതിന്റെയും അജ്മീറിലെയും എല്ലാം തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുൻപിലുണ്ട്, പൊതുയിടങ്ങളിലേക്കുണ്ട്. അതിൽ വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. സ്വാഭാവികമായി നടക്കുന്ന ഒരു അപകടമല്ല. റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുചെന്ന് വെക്കുക എന്നുള്ളത് അതൊരു സ്വാഭാവികമായുള്ള അപകടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. വളരെ കൃത്യമായി അട്ടിമറി ശ്രമം തന്നെയാണ് നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് പിറകിൽ കൃത്യമായ സംഘങ്ങളുണ്ട്. അത് ഭീകരവാദ ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. കാൺപൂരിൽ NIA പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, അവരുടെ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാജ്യത്ത് അടുത്തിടെ നടന്നിട്ടുള്ള ട്രെയിൻ അപകടങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾക്കുള്ള ചെറിയ അപകടങ്ങളൊന്നും തന്നെ അത് സ്വാഭാവികമായുണ്ടായ അപകടങ്ങളായിരുന്നില്ല. അതിന് പിറകിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും വളരെ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ജിഷ്ണു പങ്കുവച്ചത്. കാരണം രാജ്യത്ത് അടുത്തിടെ ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല, അത് അട്ടിമറിയാണ്, ഗൂഢാലോചനയാണ് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നു. NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു.